കളമശ്ശേരിയിൽ കേരളത്തിലെ തീപാറും പോരാട്ടം. സിറ്റിംഗ് മന്ത്രിമാർ തോറ്റമ്പുമെന്ന് വി.ഡി. സതീശൻ അടക്കമുള്ളവർ പറഞ്ഞതിൽ പ്രമുഖൻ രാജീവ് എത്രയെത്ര കെട്ടുകഥകളാ രാഷ്ട്രീയ മണ്ണിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും സദാസമയം വലത് സൈബറിടങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഗഫൂറിന്റെ അടുത്ത് എന്തുകൊണ്ട് പി രാജീവ് പരാജയപ്പെടും? ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറ. 1, 2, 3 ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾ പറ. നിങ്ങൾക്കൊന്നും പറയാനുണ്ടാവില്ല. കാരണം ഈ നാടിൽ ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമോദാഹരണമാവുന്നു. നിങ്ങൾ ആരെങ്കിലും പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ വീടുകൾ തോറും, ഓരോ ബൂത്തുകൾ തോറും, ഓരോ ജംഗ്ഷനിലും രാജീവ് നടത്തിയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ സ്ഥലത്തു ചെന്ന് HMD ക്വാർട്ടേഴ്സിലാവട്ടെ, കളമശ്ശേരിയുടെ വിവിധ സ്ഥലങ്ങളിലാവട്ടെ, കുസാറ്റേരിയിലാവട്ടെ, കളമശ്ശേരി ജംഗ്ഷനിലാവട്ടെ, ഓരോ ഇടത്തും ചെല്ലുമ്പോ സഖാവ് രാജീവ് പറയാ, ഈ നാട്ടിൽ, ഈ ജംഗ്ഷനിൽ, ഈ മൂലയിൽ, ആ കവലയിൽ നമ്മൾ ചെയ്തതാണിത് എന്ന് ഓരോ സ്ഥലത്തും എണ്ണി എണ്ണി പറയുകയാ. ആളുകൾ കൈയടിക്കുമ്പോ അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു ഭൂമിന് വേണ്ടി, ഒരു ഗുമ്മിന് വേണ്ടി തള്ളിക്കേറ്റുന്നതല്ല ഇത്. കളമശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ പ്രസംഗങ്ങൾ സൈബറിടങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. നിങ്ങളെടുത്ത് പരിശോധിക്ക്. അമ്മമാർ, കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ചെറുപ്പക്കാർ, യുവാക്കൾ എല്ലാവരും വന്ന് അണിനിരക്കുന്ന എത്രയെത്ര സമ്മേളനങ്ങൾ. വി ഗഫൂർ വന്നിട്ട് വോട്ട് ചോദിക്കുമ്പോ ഈ നാടിൽ, ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് മാറ്റണ്ടേ, നമുക്ക് മുന്നോട്ട് പോകണ്ടേ എന്നെങ്ങനെ പറയും? ഈ നാട് താഴേക്ക് പോയതിനൊരു തെളിവെന്ത് പറയും? കേരളത്തെ വ്യവസായ മോഡൽ കേരള മോഡലാണ് എന്ന് കേന്ദ്രത്തിന്റെ വ്യവസായ മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാ. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ആക്രോശിച്ചുകൊണ്ട് കെട്ടുകഥകൾ പ്രചരിപ്പിച്ചപ്പോ സഖാവ് രാജീവിന്റെ മറുപടി ഇന്നും കിടപ്പുണ്ട് സോഷ്യൽ മീഡിയയിൽ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒക്കെ റെക്കോർഡ്സിൽ എടുത്ത് പരിശോധിക്കണം. എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ? വെറുതെ മതി, രാജീവ് മതി, ഇനി അടുത്ത ആള് വരട്ടെ. അങ്ങനെയല്ലല്ലോ ജനങ്ങൾ തീരുമാനിക്കുക. ഈ നാടിന്റെ പൊതുബോധത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരു സംസ്കാരം ഉണ്ടല്ലോ. പി രാജീവ് കളമശ്ശേരിയിൽ തോൽക്കുമെന്ന് പറയുന്നവർ, അതിനെ അറിയാതെ വിശ്വസിക്കുന്നവർ ഡേറ്റകളിലേക്ക് പോന്നേ, പരിശോധിക്കുന്നേ, എന്താണ് ആ മണ്ഡലത്തിൽ നടന്നതെന്ന് വിചാരിക്കുന്നേ. ഒരു MLA, സിറ്റിംഗ് MLA ഒരു പര്യടനത്തിൽ കാണിക്കേണ്ട ഏറ്റവും വലിയ കോൺഫിഡൻസ് കാണിച്ചത് ഒരുപക്ഷെ കളമശ്ശേരിയിലാണെന്ന് പറയേണ്ടി വരും. കളമശ്ശേരിയിൽ അത്രമേൽ വലിയ പ്രവർത്തനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നടത്തിയത് ചൂണ്ടിക്കാണിക്കുകയാണ്. ദൃക്സാക്ഷികളാവുകയാണ് ജനങ്ങൾ. അത്തരത്തിൽ പ്രചരണം നടത്തിയിട്ട് ഒരുപക്ഷെ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും മോശമായ സ്ഥാനാർത്ഥിയായി വി ഗഫൂർ മാറുന്നു എന്നുള്ള 15,000-ന് പുറത്തായിരുന്നു കളമശ്ശേരിയിൽ പി രാജീവിന്റെ കഴിഞ്ഞ ടൈമില് 2021 ഭൂരിപക്ഷം. കേരളമേ, കേൾക്കുന്നവരെ, കാതുള്ളവരെ കേട്ടോളൂ, കടക്കും അതിനു മുകളിൽ ഭൂരിപക്ഷം കടന്നു പോകുമെന്നുള്ളതിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം പ്രബുദ്ധരാണ് കേരളത്തിലെ ജനങ്ങൾ. ഒരു വ്യവസായ മന്ത്രിയുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടവരാണ് കളമശ്ശേരിക്കാർ, എറണാകുളംകാർ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, കളമശ്ശേരിയിൽ പി രാജീവ് തുടരുക തന്നെ ചെയ്യും. തോൽക്കുന്ന മന്ത്രിമാരുടെ എണ്ണം കൂട്ടിക്കിഴിക്കുന്ന സതീശനും ഗ്യാങ്ങും ചിന്തിക്കുക, പി രാജീവിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. വെട്ടിക്കോ ഓരോരുത്തരെയായി ആ ഗ്യാങ്ങിൽ നിന്ന്.